എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അർക്ക സുപ്രഭാത് ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ചെടുത്ത എന്തിൻ്റെ സങ്കര ഇനമാണ്? മാവ്. അർക്ക സുപ്രഭാത് എന്നത് ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ചെടുത്ത സങ്കരയിനമായ ഒരു മാവാണ്. തിലധാര കേരള കാർഷിക സർവകലാശാല KAU വികസിപ്പിച്ചെടുത്ത ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? എള്ള്. തിലധാര KAU കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത എള്ളിൻ്റെ ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്. ലോക സാമൂഹിക നീതി ദിനം എന്നാണ്? ഫെബ്രുവരി 20. ഫെബ്രുവരി 20-നാണ് ലോക സാമൂഹിക നീതി ദിനം. ലോക മഴക്കാട് ദിനം എന്നാണ്? ജൂൺ 22. ജൂൺ 22-നാണ് ലോക മഴക്കാട് ദിനം. നയി താലിം പുതിയ വിദ്യാഭ്യാസം എന്നർത്ഥം വരുന്ന നയി താലിം എന്നറിയപ്പെട്ട ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വർധ പദ്ധതി. നയി താലിം പുതിയ വിദ്യാഭ്യാസം എന്നറിയപ്പെട്ട ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വർധ പദ്ധതി. 1961 സെപ്റ്റംബറിൽ യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ നടന്ന ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 25. 1961 സെപ്റ്റംബറിൽ യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിൽ വെച്ച് നടന്ന ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 25 രാജ്യങ്ങളായിരുന്നു. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. ആലപ്പുഴ ബീച്ചാണ് കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ കുറിച്യ ഗോത്രത്തലവൻ ആരായിരുന്നു? രാമനമ്പി. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ കുറിച്യ ഗോത്രത്തലവൻ രാമനമ്പിയായിരുന്നു. കടയപ്രത്ത് കുഞ്ഞപ്പ നമ്പ്യാർ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? KA കേരളീയൻ. കടയപ്രത്ത് കുഞ്ഞപ്പ നമ്പ്യാർ KA കേരളീയൻ എന്ന പേരിലായിരുന്നു പ്രസിദ്ധി നേടിയത്. 1908 സ്ഥാപിതമായ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു 1908 സ്ഥാപിതമായ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ. 1983 ഒക്ടോബർ 2 കോട്ടയത്ത് സ്ഥാപിതമായ ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല MGU. മഹാത്മാഗാന്ധി സർവകലാശാലയാണ് 1983 ഒക്ടോബർ 2 കോട്ടയത്ത് സ്ഥാപിതമായ ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് മലയാള മനോരമ നൽകി വരുന്ന ദ്വിവത്സര പുരസ്കാരം കർഷകശ്രീ. കർഷകശ്രീ പുരസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് മലയാള മനോരമ നൽകി വരുന്ന ദ്വിവത്സര പുരസ്കാരം. നട്ടെല്ലുള്ള ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഷഡ്പദങ്ങൾ ഓക്സിജൻ അവയുടെ രക്തം ഉപയോഗിച്ച് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും കൊണ്ടുപോകുന്നില്ല. പകരം വായു നിറഞ്ഞ ട്യൂബുകളുടെ ഒരു ശൃംഖലയാണ് അവയ്ക്കുള്ളത്. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? ട്രാക്കിയൽ സിസ്റ്റം. നട്ടിലുള്ള ജന്തുക്കളിൽ ഓക്സിജൻ അവയുടെ രക്തം ഉപയോഗിച്ചാണ് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ ഷഡ്പദങ്ങളിൽ വായു നിറഞ്ഞ ട്യൂബുകളുടെ ഒരു ശൃംഖലയാണ് അവയ്ക്കുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാക്കിയൽ സിസ്റ്റം. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഹേതര മൂലകം ഏതാണ്? കാർബൺ. സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഹേതര മൂലകമാണ് കാർബൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന ആദ്യത്തെ
സെമി സിന്തറ്റിക് കൃത്രിമ നാര്, ആർട്ടിഫിഷ്യൽ ഫൈബർ ഏതാണ്? റയോൺ. റയോണാണ് കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന ആദ്യത്തെ സെമി സിന്തറ്റിക് കൃത്രിമ നാര്. ആദ്യത്തെ ഫുള്ളി സിന്തറ്റിക് ഫൈബറാണ് നൈലോൺ. കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്ന പേര് അനിമോഫിലി. അനിമോഫിലി എന്നാണ് കാറ്റ് വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത്. പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം മയോളജി. മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നുമായിരുന്നു? കൊച്ചി. കൊച്ചിയിൽ നിന്നുമായിരുന്നു കേരളത്തിൽ ആദ്യമായി FM സർവീസ് ആരംഭിച്ചത്. ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെന്റർ എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്റർ URSC ആണ് ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം നടത്തുന്ന ISRO സാറ്റലൈറ്റ് സെന്റർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഉത്തര മഹാസമുദ്രങ്ങളിൽ രൂപം കൊണ്ട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഉത്തര മഹാസമുദ്രങ്ങളിൽ രൂപം കൊണ്ട സംസ്കാരം. ഏത് മേഖലയിലാണ് രാംനാഥ് ഗോയങ്ക അവാർഡ് നൽകുന്നത്? പത്രപ്രവർത്തനം. പത്രപ്രവർത്തന മേഖലയിലാണ് രാംനാഥ് ഗോയങ്ക അവാർഡ് നൽകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിലും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും ജീവൻ നഷ്ടപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധത്തിലും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും ജീവൻ നഷ്ടപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേരാണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഉകായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തപ്തി നദി. തപ്തി നദിയിലാണ് ഉകായ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പച്ചരത്നങ്ങൾ എംറാൾഡ്. എംറാൾഡ് പോലെ ബംഗാൾ ഉൾക്കടലിൽ പൊങ്ങിക്കിടക്കുന്ന 500-ലധികം ദ്വീപുകളും ചുറ്റും നീല കലർന്ന പച്ചജലവും സമൃദ്ധമായ മഴക്കാടുകളും കാരണം എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. എമറാൾഡുകൾ പോലെ, പച്ചരത്നങ്ങൾ പോലെ ബംഗാൾ ഉൾക്കടലിൽ പൊങ്ങിക്കിടക്കുന്ന 500-ലധികം ദ്വീപുകളും ചുറ്റും നീല കലർന്ന പച്ചജലവും സമൃദ്ധമായ മഴക്കാടുകളും കാരണം എമറാൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ് ജർനൈൽ സിംഗ് ഭിന്ദ്രൻവാലെ. ജർനൈൽ സിംഗ് ഭിന്ദ്രൻവാലെ ആയിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ്. കർണാടകയുടെ നിയമസഭാ മന്ദിരത്തിൻ്റെ പേര് വിധാൻ സൗധ. ബംഗളൂരുവിലെ വിധാൻ സൗധയാണ് കർണാടകയുടെ നിയമസഭാ മന്ദിരത്തിൻ്റെ പേര്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം. 1901 കൊൽക്കത്ത സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം. ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ച കർണാടകയിലെ സ്ഥലം ശ്രീരംഗപട്ടണം. സെരിംഗപട്ടണം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന ശ്രീരംഗപട്ടണത്താണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടുപിടിപ്പിച്ചത്. കർണാടകയിലെ സ്ഥലമാണ് ശ്രീരംഗപട്ടണം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ LBSNAA ആസ്ഥാനം എവിടെയാണ്? മസൂറി. ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ LBSNAA ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം. വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി
രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ, RAA. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാനാണ്. വിദ്യാർത്ഥികളിൽ ക്ലാസ് റൂം ഇതര ക്രമീകരണങ്ങളിൽ ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാങ്കേതിക പഠനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. സൂര്യൻ എന്നർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഏത് ഉത്കൃഷ്ടവാതകമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കണ്ടെത്തിയ ആദ്യത്തെ മൂലകം? ഹീലിയം. സൂര്യൻ എന്നർത്ഥം വരുന്ന ഹീലിയോസ് എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഹീലിയം എന്ന ഉത്കൃഷ്ടവാതകമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കണ്ടെത്തിയ ആദ്യത്തെ മൂലകം. മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ട്രൈക്കോളജി. ട്രൈക്കോളജി എന്നാണ് മുടിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. MESCE. MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി SCT-IMST തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയ വാൽവ് ഏതാണ്? ചിത്ര. ചിത്ര എന്ന ഹൃദയ വാൽവാണ് SCT-IMST. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൽവ്. സിഗരറ്റ് ലാമ്പുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടേൻ. ബ്യൂട്ടേനാണ് സിഗരറ്റ് ലാമ്പുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വാതകം. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം കർഷക തിലകം. കർഷക തിലകം എന്ന പുരസ്കാരമാണ് മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. സെറിബ്രത്തിൻ്റെ ഇടതും വലതും അർദ്ധഗോളങ്ങളെ ബന്ധിപ്പിക്കുന്ന മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ വെളുത്ത ദ്രവ്യഘടന വൈറ്റ് മാറ്റർ ഏതാണ്? കോർപ്പസ് കലോസം. കോർപ്പസ് കലോസമാണ് സെറിബ്രത്തിൻ്റെ ഇടതും വലതും അർദ്ധഗോളങ്ങളെ ബന്ധിപ്പിക്കുന്ന മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ വെളുത്ത ദ്രവ്യ ഘടന. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയായിരുന്നു നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത്. മുത്തുകളുടെ നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് മുത്തുകളുടെ നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം. കേരള കാർഷിക സർവകലാശാല KAUവിൻ്റെ പ്രോ ചാൻസലർ ആരാണ്? കേരള കൃഷിമന്ത്രി. KAUവിൻ്റെ കേരള കാർഷിക സർവകലാശാലയുടെ പ്രോ ചാൻസലർ കേരള കൃഷിമന്ത്രിയാണ്. 1955 സ്ഥാപിതമായ ഇന്ത്യൻ റെയിൽവേയിലെ പ്രമുഖ റെയിൽ കോച്ച് നിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നായ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരമ്പൂർ. ചെന്നൈയിലെ പെരമ്പൂരിലാണ് 1955 സ്ഥാപിതമായ ഇന്ത്യൻ റെയിൽവേയിലെ പ്രമുഖ റെയിൽ കോച്ച് നിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നായ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. 1950 സ്ഥാപിതമായ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CFTRI സ്ഥിതി ചെയ്യുന്നത് മൈസൂരു. കർണാടകയിലെ മൈസൂരിലാണ് 1950 സ്ഥാപിതമായ CFTRI സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ ഫ്രഞ്ച് വിപ്ലവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ ഗോവൻ കത്തോലിക്ക പുരോഹിതന്മാരും സൈനിക ഉദ്യോഗസ്ഥരും നയിച്ച ഒരു ആസൂത്രിത കലാപം പിൻറ്റോ കലാപം. അമേരിക്കൻ ഫ്രഞ്ച് വിപ്ലവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ 1787 ഗോവയിൽ ഗോവൻ കത്തോലിക്ക പുരോഹിതന്മാരും സൈനിക ഉദ്യോഗസ്ഥരും നയിച്ച ഒരു
ആസൂത്രിത കലാപമായിരുന്നു പിൻറ്റോ കലാപം, പിൻറ്റോ റിവോൾട്ട്. ബോറാക്സ് എന്തിൻ്റെ അയിരാണ്? സോഡിയം, സോഡിയത്തിൻ്റെ അയിരാണ് ബോറാക്സ്. സ്വദേശി പ്രസ്ഥാനത്തിന് വേണ്ടി നിർഭയമായ പത്രപ്രവർത്തനം നടത്തുകയും ദിവാനെയും സർക്കാരിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ 1910 തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെടുകയും ചെയ്ത വ്യക്തി ആരായിരുന്നു? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശി പ്രസ്ഥാനത്തിന് വേണ്ടി നിർഭയമായ പത്രപ്രവർത്തനം നടത്തുകയും ദിവാനെയും സർക്കാരിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ 1910 തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ട വ്യക്തിയാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിത ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും നിർണായക പങ്കുവഹിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുകയും ചെയ്ത കേരള ഗാന്ധി എന്നറിയപ്പെട്ട വ്യക്തി കെ കേളപ്പൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും നിർണായക പങ്കുവഹിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുകയും ചെയ്ത കേരള ഗാന്ധി എന്നറിയപ്പെട്ട വ്യക്തിയായിരുന്നു കെ കേളപ്പൻ. സ്വന്തം കൃതികളും മറ്റ് സാമൂഹിക പുരോഗമന എഴുത്തുകാരുടെ കൃതികളും പ്രസിദ്ധീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച മലയാളത്തിലെ മഹാനായ കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ വ്യക്തി കുമാരനാശാൻ. സ്വന്തം കൃതികളും മറ്റ് സാമൂഹിക പുരോഗമന എഴുത്തുകാരുടെ കൃതികളും പ്രസിദ്ധീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച മലയാളത്തിലെ മഹാനായ കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ വ്യക്തിയാണ് കുമാരനാശാൻ. നിരവധി പത്രങ്ങളുടെ പത്രാധിപത്യം വഹിക്കുകയും കേരള കൗമുദിയുടെ സ്ഥാപകനും പത്രാധിപരുമായിരുന്ന വ്യക്തി സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമനായിരുന്നു നിരവധി പത്രങ്ങളുടെ പത്രാധിപത്യം വഹിക്കുകയും കേരള കൗമുദിയുടെ സ്ഥാപകനും പത്രാധിപരുമായിരുന്ന വ്യക്തി. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ ഉപ്പ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ ഉപ്പ് തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ 11 ദേശീയോദ്യാനങ്ങളാണ് മധ്യപ്രദേശിലുള്ളത്. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കബഡിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യ. ഇന്ത്യയാണ് കബഡിയുടെ ജന്മനാട് എന്ന് അറിയപ്പെടുന്നത്. തുണി വ്യവസായത്തിൽ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഉന്നത വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇന്ത്യയുടെ ബോസ്റ്റൺ എന്നെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനം അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് തുണി വ്യവസായത്തിൽ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഉന്നത വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇന്ത്യയുടെ ബോസ്റ്റൺ എന്നെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനം. ഗഡ്ക ഏത് സംസ്ഥാനത്തെ ആയോധന കലയാണ്? പഞ്ചാബ്. പഞ്ചാബ് സംസ്ഥാനത്തെ ഒരു ആയോധന കലയുടെ പേരാണ് ഗഡ്ക. പശ്ചിമ ബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിൻ്റെ പേര് ഫറാക്ക അണക്കെട്ട്. പശ്ചിമ ബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഫറാക്ക അണക്കെട്ട്. കേരളത്തിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി EFLU ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. കേരളത്തിൽ മലപ്പുറത്താണ് EFLU ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. നീൽ ദർപ്പൺ ദി ഇൻഡിഗോ മിറർ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയുടെ പേരാണ് ഇഷിഹാര ടെസ്റ്റ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഹൃദുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് MP ഭട്ടതിരിപ്പാട് എന്നാണ്. പ്രേംജിയാണ്
ഋതുമതി എന്ന നാടകം രചിച്ചത്? ഉപനിഷത്തുക്കളുടെ ദർശനം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? ദർശനമാല. ഉപനിഷത്തുക്കളുടെ ദർശനം സംഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരായിരുന്നു? KP ശങ്കരമേനോൻ. 1891 ജനുവരി 1 സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ ആയിരുന്നു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന വാർഷിക സാഹിത്യ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന വാർഷിക സാഹിത്യ അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ഓർക്കിഡ് സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. 2019 മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തോടെ ക്ലീൻ ഇന്ത്യ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൽ 2014 ഒക്ടോബർ 2 രാജ്യവ്യാപകമായി ആരംഭിച്ച പ്രസ്ഥാനം സ്വച്ഛ് ഭാരത് അഭിയാൻ. സ്വച്ഛ് ഭാരത് അഭിയാനാണ് മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തോടെ ക്ലീൻ ഇന്ത്യ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൽ 2014 ഒക്ടോബർ 2 രാജ്യവ്യാപകമായി ആരംഭിച്ച പ്രസ്ഥാനം സ്വച്ഛ് ഭാരത് അഭിയാൻ. കമുകിൻ്റെ ശാസ്ത്രീയ നാമം അരേക്ക കാറ്റച്ചു. അരേക്ക കാറ്റച്ചു എന്നതാണ് കമുകിൻ്റെ ശാസ്ത്രീയ നാമം. ഏത് ധാന്യത്തിൽ നിന്നാണ് സിംഗിൾ മാൾട്ട് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്? ബാർലി. ബാർലിയിൽ നിന്നുമാണ് സിംഗിൾ മാൾട്ട് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത്. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ധത. വർണ്ണാന്ധതയാണ് ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം. ശരീരകലകളിലേക്ക് ഓക്സിജൻ എത്താത്തത് മൂലം ഉണ്ടാകുന്ന രോഗം ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയാണ് ശരീരകലകളിലേക്ക് ഓക്സിജൻ എത്താത്തത് മൂലമുണ്ടാകുന്ന രോഗം. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏതിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ട പിടിക്കാത്തത്? ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തിൽ ഹെപ്പാരിൻ്റെ സാന്നിധ്യം മൂലമാണ് രക്തം കട്ട പിടിക്കാത്തത്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് മില്ലിഗൺ. റോബർട്ട് മില്ലിഗൺ ആയിരുന്നു ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത്. ലിപ്പിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിഥിയം. ലിഥിയത്തിൻ്റെ അയിരാണ് ലിപ്പിഡോലൈറ്റ്. ഇന്ത്യ എജ്യുസാറ്റ് ജിസാറ്റ് 3 വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20 ജിസാറ്റ് 3 എന്നും അറിയപ്പെടുന്ന എജ്യുസാറ്റ് വിക്ഷേപിച്ചത്. ദി കോമൺ മാൻ എന്ന പ്രശസ്തമായ കഥാപാത്രത്തെ കേന്ദ്രമാക്കി യു സെഡ് ഇറ്റ് എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ച കാർട്ടൂണിസ്റ്റ് RK ലക്ഷ്മൺ. RK ലക്ഷ്മണാണ് ദി കോമൺ മാൻ എന്ന പ്രശസ്തമായ കഥാപാത്രത്തെ കേന്ദ്രമാക്കി യു സെഡ് ഇറ്റ് എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ച കാർട്ടൂണിസ്റ്റ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. സെറിബെല്ലമാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക്. സിങ്കാണ് ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയിൽ കാർഷിക കട മേഖലയിലായിരുന്നു സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്. പൊയ്കേൽ യോഹന്നാൻ്റെ യഥാർത്ഥ പേര് കുമാരൻ. കുമാരൻ എന്നതാണ് പൊയ്കേൽ യോഹന്നാൻ്റെ യഥാർത്ഥ പേര്.
കേരള ചരിത്രത്തിൽ മാഗോതൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം മഹോദയപുരം. മഹോദയപുരമാണ് കേരള ചരിത്രത്തിൽ മാഗോതൈ എന്നും അറിയപ്പെട്ടിരുന്ന സ്ഥലം. കേരളത്തിൽ സർക്കാർ അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിൽ സർക്കാർ അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേര് ഗുരുവായൂരപ്പൻ കോളേജ്. കോഴിക്കോട് സാമൂതിരി സ്ഥാപിച്ച കേരള വിദ്യാശാലയുടെ ഇപ്പോഴത്തെ പേരാണ് ഗുരുവായൂരപ്പൻ കോളേജ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എവിടെയാണ്? പനാജി. ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നി. ദയാറാം സാഹ്നിയായിരുന്നു സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ KP കേശവമേനോൻ രചിച്ച കൃതി ബന്ധനത്തിൽ നിന്ന്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ KP കേശവമേനോൻ രചിച്ച കൃതിയാണ് ബന്ധനത്തിൽ നിന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ. കോളർ ബോൺ എന്നും അറിയപ്പെടുന്ന ക്ലാവിക്കിളാണ് ബ്യൂട്ടി ബോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കെട്ടിപ്പിടിക്കുക. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമായ ചിപ്കോ. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കെട്ടിപ്പിടിക്കുക എന്നത്. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ഇന്ത്യയിൽ ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം. CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയാണ് CR ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറിയുമായ 1923 ആരംഭിച്ച പാർട്ടി. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി. ആരവല്ലി പർവ്വതനിരയാണ് മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അയിരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഫ്ലക്സ്. ഫ്ലക്സ് എന്നാണ് അയിരിലെ മാലിന്യങ്ങളായ ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആന്റോയിൻ ലാവോസിയർ. ലാവോസിയർ ആയിരുന്നു ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ. കുമാരനാശാനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി. വാസ്കോ ഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്ന വർഷം 1502. 1502 വാസ്കോ ഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്നത്. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയുടെ പേരാണ് ജീവിതത്തിൻ്റെ അരങ്ങ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.